പിന്നെ ഡോക്ടർ എന്തോ പറഞ്ഞു. ഡോക്ടറാ? അങ്ങനെ ആക്കല്ലേ, എനിക്ക് മൈഗ്രീൻ ഉള്ളതാണ്. പിന്നെ 6 മാസം ഒരേ കട കിടക്കാൻ പറഞ്ഞതാ. എന്താടാ അണ്ണന്റെ വിഷമോർത്ത് സങ്കടം കൊണ്ട് കരഞ്ഞതാ. ഇങ്ങനെ ആക്കിയത്? അത് ഇങ്ങനെ ആക്കിയത് എന്റെ അച്ഛനും ഉണ്ടല്ലേ, ഇതുപോലെ 1 മാസം മുമ്പ് പറയണ്ടായിരുന്നു. 1 മാസം മുമ്പ് കൈ ഒടിഞ്ഞായിരുന്നു. എന്നിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. അച്ഛൻ എക്സ്ട്രാ ഇല്ലായിരുന്ന? അങ്ങനെ എക്സ്ട്രാ അച്ഛനൊന്നുമില്ല, എനിക്ക് ആപ്പിട് ഒരച്ഛനേ ഉണ്ട്. എന്താടാ പറഞ്ഞ? അതല്ല ഞാൻ പറഞ്ഞത്. എടാ മുരളി, എടാ ഞാൻ ഹണിമൂണിൽ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അറിയാം. എന്തുകൊണ്ടാ? ഇവളെയും കെട്ടിയിട്ട് നേരെ ഡൽഹിക്കാ. അതിന് നല്ലത് അണ്ണൻ മുംബൈക്ക് പോണതല്ലേ. അപ്പൊ അവള് പുറകെ വരുവോ? കുതിരയെ വിളിക്കട്ടാ. കുതിര വിളിച്ച് കേൾക്കുമ്പോഴേ ഈ സാധനം പറയോ? ഒന്നും പറയില്ല. ഇവളെ കണ്ട കൊറേ കണ്ടതല്ലേ. എവിടുന്ന്? ഇന്ന് ഫോട്ടോ എടുത്തപ്പോ കൊറേ കണ്ടതല്ലേ, അങ്ങനല്ലേ പറഞ്ഞത്. പിന്നെ ഇവക്ക് ഡൽഹിയും ബോംബെ ഒന്നും വലിയ താല്പര്യമില്ല. ഇവക്ക് നമ്മളെ കൊച്ചു കേരളത്തിലെ കാഴ്ചകളൊക്കെ പറയും. കൊച്ചു കേരളത്തിലെ കാഴ്ചകളൊക്കെയാണ് അവർക്ക് ഇഷ്ടം. ഇവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്ന് പറയാ? കോഴിക്കോട്. കോഴിക്കോട് ബീച്ച്. അതെങ്ങനെയാ പിന്നെ അറിയാന്നുള്ള? കോഴിക്കോട് ബീച്ച് മാജിക് ആരമല്ലായിരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും കോഴിക്കോട് ബീച്ച് ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞല്ലേ? ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായി ജനിക്കുന്നൊരു കുട്ടിക്ക് ഞങ്ങൾ ഇടാൻ ഒരു പേര് വെച്ച്. പറയും വെറൈറ്റി പേരാണ്. ഇന്ന് വരെ ഒരു മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത പേര്. എന്താണ്? ചിൽ സ്വരൂപ് രാജ്. പെണ്ണുമ്പുള്ള പറഞ്ഞു തന്നതായിരിക്കും. അല്ലേടി, നീ പറഞ്ഞു തന്നെയല്ലേ? ഭാര്യക്ക് ഇതാര് പറഞ്ഞു കൊടുത്ത്? കൂട്ടുകാരി പറഞ്ഞു കൊടുത്തല്ലേ? നല്ല പേര്. ഞാൻ പറഞ്ഞു തന്ന പേര് എനിക്കറിയാം. ഇതുപോലുള്ള ഭാര്യമാർക്ക് കൂട്ടുകാരികൾ ഇതുപോലത്തെ പേര് പറഞ്ഞു കൊടുക്കും. ഇത് എനിക്കിതൊക്കെ അറിയാണ. എനിക്കിതൊക്കെ നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവണം? ഞാൻ ഈ മുഖം നോക്കി വായിക്കും. എനിക്ക് നിന്റെ ഇന്ന് രാവിലെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്തോ മുഖം നോക്കി വായിക്കുമെന്ന്? എന്റെ അച്ഛനും ഇതൊക്കെ തന്നെയാണ്. മുഖം നോക്കി വായിക്കുവോ? അതെ, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അച്ഛാരാണ്? അച്ഛൻ ഷൺമുഖം. ഇടി എനിക്കണ ആരെന്ന് മനസ്സിലായ? തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ബീച്ചിന്റെ മോനാണ്. ശംഖുമുഖത്തിന്റെ മോനാ. അല്ലെന്ന് ഒരു ഫോട്ടോ എടുത്ത് വേടി. അച്ഛന്റെ പേര് ഷൺമുഖം. ഷൺമുഖം എന്നാണ് പറഞ്ഞത്. ആ കുതിരയെ വിളിക്കണോ? കുതിര വിളിച്ച് കയറ്റി ഞാൻ മണ്ടേ വിളിക്കല്ലേ. ഒരു 3-4 സ്റ്റാപ്പ് അധികം എടുക്കണമെന്നുണ്ടായിരുന്നു. പെങ്ങളെ കൊണ്ട് ഒരു 3-4 സ്നാപ്പ് എടുത്തു പോയി. അപ്പൊ ഞാൻ എവിടെ? ആങ്ങളാ നല്ല ബന്ധോടെ പോയി സ്നാപ്പ് എടു. അങ്ങനെ നടക്കല്ലേ, നേരെ നിൽക്കും. ഫോട്ടോ എടുക്കണ്ടേ? ഇപ്പൊ എന്തിനു വീണ്ടും കിടന്ന് വിളിക്കുന്നത്? ഹലോ അണ്ണാ. ആര്? അണ്ണ സല്ലണ്ണ. പറയടാ അണ്ണ. അവിടെ ക്യാമറയ്ക്ക് മുരളി ലോലൻ എന്ന് പറഞ്ഞൊരുത്തം വന്നിട്ടുണ്ടോ? മുരളി ലോലൻ ക്യാമറയ്ക്ക് നമ്മളെ ഫോട്ടോ എടുക്കാൻ വന്നു. കല്യാണം അവൻ മനഃപൂർവ്വം വന്നയാണ്ണ അവിടെ. മനഃപൂർവ്വം? ആ, നിങ്ങളുടെ പെണ്ണുമ്പുള്ളി ആ മുരളി ഗോപിയും തമ്മിൽ ലൈനായിരുന്നു. എന്റെ ഭാര്യയായിട്ടാ? പിന്നെ അവൻ മനഃപൂർവ്വം അണ്ണ നിങ്ങളെ കുതിരപ്പുറത്തൊന്നും തള്ളിയിട്ടത്. അത് ഞാൻ അറിഞ്ഞ്. മനഃപൂർവ്വം തള്ളിയിട്ടതാ? പിന്നെ കുറെ ഫോട്ടോ ഞാൻ വാട്സാപ്പ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയാണത്. എന്റെ വാട്സാപ്പിലാ? ആ. അയ്യോ, എവിടെ? അയ്യോ അമ്മ, അയ്യോ ദൈവമേ, എന്തൊക്കെയാണ് കാണുന്നത്? ആ പാവം മനഃപൂർവ്വം തള്ളിയിട്ടതാണല്ലേ എന്നെ. വരട്ടെ.